വേറെ മോനെ പോന്നത് കട്ടാക്കാൻ പോന്നില്ലേ ഇപ്പൊ അവിടെ തുമ്പ് കരഞ്ഞോളൂ കയ്യണ്ടപ്പാ ഇട്ടുമോനാണ് വേറെ മോനെ. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഉമ്മ ഉണ്ടാവുക. അപ്പോൾ ഉമ്മേൻ്റെ ഫസ്റ്റത്തെ നോമ്പാണ് ദുബായിൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നുള്ളത് കയ്യാൻ്റെ ഹെയർ കട്ടാക്കാനാവുക. അത് റാഷിദ്യാൽ ബിൻ സുഗാത്ത് എന്ന് പറഞ്ഞൊരു മോളുണ്ട്. അപ്പോൾ അടുത്തേക്കാണ് ഹെയർ കട്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം കറാമക്കാന്നിട്ട് പോയില്ലേ. പക്ഷേ കറാമാൽ ഇപ്പോൾ നമ്മുടെ സാലിക്കുണ്ട്, പിന്നെ ഒന്നാമത് തിരക്ക് അതെല്ലാം ഇതായിട്ടാണ് നമ്മളിപ്പോൾ റാഷിദ്യാലേക്ക് പോകുന്നത്. ഇതാകുമ്പോൾ നമുക്ക് റൂമിനടുത്തുമായി എല്ലാം ഒരു ലാഭമായി. അപ്പോൾ ഇപ്പോൾ ഉമ്മാവുണ്ട് ഹെയർ കട്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ വന്നത് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ബ്ലോഗിൽ സർപ്രൈസായിട്ട് ചെയ്ത ബ്ലോഗിൽ ഞാൻ തന്നെ അറിയാണ്ട് ഉമ്മ വരുന്നതെന്ന് പറഞ്ഞിരുന്നു തോന്നുന്നു. അത് കമൻറ്റ് കണ്ടുപോകാൻ നമുക്ക് മനസ്സിലായത്. എന്തായാലും സർപ്രൈസ് പൊളിഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ സർപ്രൈസായിട്ട് എടുത്ത വീഡിയോ അപ്ലോഡ് ആക്കാതെ ഇതെടുക്കുന്നത്. എന്തായാലും ഞാൻ ഉമ്മ എത്തിയ സമയത്ത് വീഡിയോ എടുത്തത് ഞാൻ അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ കയാൻ്റെ റിയാക്ഷൻ നോക്കാം. കതി ചത്തി അതിലിരിക്കുന്നത് വൈകിലേ കയറ്. അതുണ്ട്. ഇത് നമ്മളെ എയർപോർട്ടിന്റെ നേരെ മുമ്പിലാ. അറിയൂടെ ഇടച്ചില്ല. കാറിന് പേടിയുണ്ട്, ടോയ്സും അത് ആട്ടിക്ക് ഒറ്റ പാച്ചില് മരുന്നുണ്ട്. ഹെയർ കട്ടാക്കാനും ഹെയർ കട്ട് ഇടുന്ന പാത്രല്ലോ. ഹെയർ കട്ട് ഓക്കെ, ഹെയർ കട്ട് ഉണ്ട്. ഇതാണ് നമ്മളെ ഹെയർ കട്ട് സ്ഥലം. പണ്ടേ കരച്ചില് ഇപ്പം കരയുന്നുണ്ട്. ഹെയർ കട്ടെല്ലാം കഴിഞ്ഞ്, പക്ഷെ ഇന്ന് വിചാരിച്ചത്ര കരഞ്ഞില്ല. എന്നാലും സ്റ്റാർട്ടിങ്ങിൽ കരഞ്ഞിന്. അവൻ്റെ മുടി പിന്നെ പെട്ടെന്ന് വലുതാൻ വേണ്ടിയില്ല, പ്രശ്നമില്ല. അതുകൊണ്ട് നേരെ പുറത്ത് ഇതുപോലൊരു സ്ഥലമുണ്ട് ടോയ്സ് ആയിട്ട്. ഇവിടെ എപ്പോഴും വന്നെങ്കിലും ഇവിടെ കയറുന്ന പണി. പക്ഷെ ഇപ്പം ഞാൻ വാങ്ങി കൊടുക്കില്ല. കയാൻ നോ ബായ്. ഉമ്മ പാപ്പ വരും, ഉമ്മ പാപ്പ വരും. ആ എവിടെ മമ്മ നോക്കി ബാ. ഇനി നമുക്ക് വീട്ടിൽ പോകാം. ഇങ്ങനത്തെ മൂലൊക്കെ ഉണ്ടെങ്കിൽ എവിടെ പോയിട്ട് ഇരിക്കുമോ? അങ്ങനത്തെ സ്വഭാവം ഇപ്പൊ എവിടെ എന്നല്ലോ അറിയുന്നുണ്ട്. വാ ഞാൻ പോന്നേ. ഫൈന് കിട്ടിയാ നല്ലറിയാം. നമുക്ക് പാർക്കിങ് ഇടാൻ മറന്നുപോയിന്ന്. ബാ ഞമ്മോ ഗർഹൂദിലുള്ള നമ്മളെ പെരൻ്റെ അടുത്ത് തന്നെ ആവാ. ഇത് ഗർഹൂദ് കബായിലേക്ക് വന്നിരുന്നവാ. എന്താ വെച്ചാൽ ഇവിടെ നല്ല അറബ്സിൻ്റെ നൈറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ഉമ്മക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഷർട്ടിയെല്ലാം ഉണ്ടോ? നല്ലുണ്ട്. ഇതിനെത്ര? 14-15 ദിർഹംസ് ഉണ്ട്. നല്ലുണ്ട്. ചെടി ഷർട്ടി ഉണ്ട്. ഇവിടെ കുറേ നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല ഷൂസ്, ഹീൽസ് എന്തെല്ലാം ഉണ്ടാവാ. കണ്ടോ, നല്ല ഉണ്ട്. വീട്ടിലേക്ക് വരുന്ന കിട്ടും ഇത്. പിന്നെ റേറ്റ് എത്രയായിരുന്നു? 24, 19 അങ്ങനെ അത്രയേ ഉള്ളൂ. ഇതിൽ നല്ല ഉണ്ടല്ലോ. ഗുഡ്.
ഒട്ടിക്കുന്നത് അതിന്റെ സ്റ്റിക്കർ കൂടെ എടുത്താ അമ്മ ഒരു തരുതാ ഈ അങ്ങനെ ഉമ്മ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേങ്ങ് കാച്ചാങ്ങിയുന്നുണ്ട്. ഇത് പപ്പായ എണ്ണെല്ലാം ചൂടാൻ വെച്ചിട്ടുണ്ട്. തുടങ്ങിക്കോളൂ. പിന്നെ കായ് കൊടുന്നില്ല. ഈ ഒരു കായ് കാച്ചാന്ന് വിചാരിച്ച് ഉമ്മ ഒരു മൂന്നാളല്ല ആശിക്കും പേര് പയ്യ. ഈ ദോശന്റെ താഴെ കേട്ടോ കഞ്ഞി. ഉമ്മ നാട്ടിന്നില്ല നല്ല അച്ചാറ് കൊണ്ട് രീതിയില്ല. അന്ന് ഞാൻ വീട് വിട്ടിട്ടുണ്ടായി. അപ്പൊ നല്ല കഞ്ഞി ഉണ്ടാക്കാറുണ്ട്. ഇതൊരു ഈസില് പോയി വേണ്ടോ പെട്ടെന്ന് പറഞ്ഞു. ഇത് വേണ്ട. ഇത് ഇതൊന്നും കേങ്ങ് അല്ല ചോദിച്ചപ്പോ ഓരോ എഴുത്തിയാന്ന് തോന്നുന്നു. കാച്ച് കാച്ച് ചോറ് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. പിന്നെ അടുത്തത് അങ്ങനെ നോമ്പ് തുറക്കാൻ ടൈമായി. 25 കേക്ക് കാച്ചി കായാച്ചി ബ്രെഡ് അൻ്റെ ചക്ക ഉമ്മ കൊണ്ടുവന്നത്. അവ ഫ്രൂട്ട്സ്. പിന്നെ ഇത് ഉമ്മാന്റെ പോലെ ഉമ്മ കൊണ്ടുവന്നത്. എന്ത് പപ്പായ. അപ്പൊ ഉമ്മാന്റെ ആദ്യത്തെ നോമ്പല്ലേ ദുബൈയില്. ആദ്യത്തെ പെരുന്നാവും ദുബൈയില്. അപ്പൊ ഭാഗ്യമുണ്ട്. അല്ല അന്റെയും കൊറേ കൊല്ലത്തെ ശേഷമാണ് ഉമ്മാന്റെ ഒക്കെ പെരുന്നാ. പക്ഷെ ഉപ്പാനൊക്കെ നല്ല ആസന. അപ്പൊ ഉപ്പ വരുന്നില്ല. അല്ല ഉപ്പ വരാത്ത നമ്മളെ ജ്യൂസ്. അപ്പൊ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ആശിക്കില്ല. ആശിക്കിനും ചങ്ങായിന്റെ അവിടെ നോമ്പ് തുറ. അങ്ങനെ അവൻ അവിടെ പോയി. അപ്പൊ നമുക്കിവിടെ കയാനുണ്ട്. കയാൻ അപ്പൊ നോമ്പ് തുറക്കാൻ ടൈമിനെ കുറിച്ച് ബാക്കിയുണ്ട്. അതിന്റെ പള്ളിയുടെ കാലം അതൊക്കെ. ഇന്നത്തെ നമ്മള് നോമ്പ് തുറ തോണിയിലാണ്. തോണി ഈ ഭാഗത്ത് എത്ര കൊല്ല ഇതൊരു ഉപയോഗിച്ചിട്ടാ കയാനെ പെട്ടിട്ട് നമ്മ നോക്കാൻ വന്നിന് മറ്റേ കുപ്പാച്ചിലത്തെ. അപ്പൊ ശരി ശരി എന്നാ എനിക്കത് ഓർമ്മയില്ല. എനിക്ക് അതിജൊക്കെ ഓർമ്മ ഉണ്ടല്ലോ. ചക്ക ഇത് ഉമ്മ കൊണ്ടുവന്ന ചക്ക വെള്ളമായിരുന്നു. പക്ഷെ നല്ല പാങ്ങുണ്ട്. അത് ഉമ്മ വരുമ്പോ കൊണ്ടുവന്നിന്. അപ്പോ ഞാൻ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന ചമ്മന്തിപ്പൊടി ഉണ്ട്. പിന്നെ അച്ചാറ് നല്ല പാങ്ങുണ്ടാവും. തുന്നുമ്പോ വീട് മാത്രം നോമ്പറിച്ചിട്ട് വെള്ളം കുടിച്ചാൻ പറയുന്നു വേണ്ടാന്ന്. ഇതെന്താ ചെറുത് വലുതൊന്നല്ല അവിനടുത്ത്. അപ്പൊ ഇത് കൊടുക്കാൻ അപ്പൊ ഞങ്ങൾ തിന്നുമ്പോ കഞ്ഞി കഞ്ഞി നമ്മങ്ങനെ കഞ്ഞി പൊട്ടിപ്പോയാണ് തീർക്കും പോലെ ഉണ്ട്. നല്ല ഉണ്ടാകാം ചോറ്. ഒരു മിനിറ്റാണ് കഞ്ഞി എടുക്കണ്ട്. നമ്മളങ്ങനെ അച്ചാർ എടുക്കട്ടെ. ഓക്കെ ഓക്കെ
അച്ചാറ് മതി മതി. അതെ, ഇത് വേറെ പുള്ളിയിലും ഉണ്ട്. അതെന്ത് ചട്നി. ഇത് മറ്റേ നമ്മളെന്തെങ്കിലും ചെമ്മീൻ്റെ പൊടി. ചമ്മന്തി. മതി മതി മതി. നമുക്ക് ഇതെല്ലാം മിക്സ് ആക്കാം. ഇത് കുറച്ച് കുടിച്ചിട്ട് ബാക്കി ചാടാം. നോക്കുപ്പാ, ഇത് എന്താ ചളിത്താണി എടുത്ത്. അപ്പൊ ഞാൻ തിന്നുമ്പോ വീഡിയോ എടുക്കാവേ. ബായ്. നമുക്കില്ല നമ്മളെ കഞ്ഞി ചൂടാറിയണവ. ഉപ്പിന്റെ ആവശ്യം ഉണ്ടാവുന്ന നമുക്ക് നോക്കാം. പൊളുന്നു 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 പൊളുന്നു. എന്നാലും ഒന്ന് തിന്ന് നോക്കാം നമുക്ക്. ഈ മാങ്ങ ചെമ്മീൻ പൊടിയും ടേസ്റ്റ് നല്ല മണം കിട്ടുന്നു. അച്ചാറ് പൊളി. ഇത് കുറച്ച് തണി കിട്ടും. എന്തേ അവിടെ കരയുന്നുണ്ട്. പോയിട്ട് തരാം. ഉമ്മ ചെല്ലിയിൽ ഞാൻ ചോറ് ബേക്കാലാകും. പക്ഷെ ഇത് അൽഹംദുലില്ലാ എല്ലാം തീർന്നു. ഞങ്ങൾക്ക് വേറെ എന്ത് വേണ്ടേനി.